ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിലെ സിമ്പിളായിട്ടുള്ള 2 ടോപ്പിക്സാണ്. സോ എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, അതായത് പ്രകാശത്തിൻ്റെ പ്രതിപതനം, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്താണ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ എന്താണ് പ്രതിപതനം എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ചു തരാം. എന്താണ് റിഫ്ലക്ഷൻ, അതായത് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനം എന്ന് പറയുന്നത് ലൈറ്റ് ഫോളിങ് ഓൺ എ സർഫസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് കംസ് ബാക്ക് ടു ദ സെയിം മീഡിയം. അതായത് വെളിച്ചം അല്ലെങ്കിൽ പ്രകാശരശ്മി ഒരു പ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ വന്ന് വസ്തുവിൽ വന്ന് പതിക്കുമ്പോൾ പതിച്ചതിന് ശേഷം അത് തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന പ്രക്രിയയെയാണ് നമ്മൾ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ആ സെയിം മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു, അതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിലല്ല, ഞാനിവിടെ ഒരു ഫിഗർ കാണിക്കാം. ആ ഫിഗറിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് സമതല ദർപ്പണം, പ്ലെയിൻ മിററിലെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉള്ള 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പതനരശ്മിയുണ്ട്, ഇൻസിഡൻറ്റ് റേ ഉണ്ട്, പിന്നെ പ്രതിപതന രശ്മിയുണ്ട്, റിഫ്ലക്റ്റഡ് റേ ഉണ്ട്, പിന്നെ നോർമൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പതനകോണും പ്രതിപതനകോണും, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് നമുക്കറിയാം, എപ്പോഴും ഇൻസിഡൻറ്റ് റേയുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് റേയും റിഫ്ലക്റ്റഡ് റേയുടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ പ്ലെയിൻ മിററിൽ ഫിഗർ നോക്കുകയാണെങ്കിൽ, ചിത്രത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇവിടെ അത് രണ്ടും ഈക്വലാണ് അല്ലേ, ഈക്വലായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ പ്രതിപതനം എന്ന് പറയുന്നത് എന്താണ്, അതായത് പ്രകാശരശ്മി വന്ന് സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിററിൽ വന്ന് വീഴുന്നു, എന്നിട്ട് അതേ മാധ്യമത്തേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു, പ്രതിപതിക്കുന്നു അല്ലേ, പ്രതിപതനം ചെയ്യുന്നു അല്ലേ, അതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമതല ദർപ്പണത്തിൻ്റെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ പ്ലെയിൻ മിററിൻ്റെ കേസിലാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ എന്നുള്ളത് ഇതാണ്. ഓക്കെ, പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ്റെ 2 ടൈപ്സ്, 2 ടൈപ്പിലുള്ള പ്രതിപതനത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒന്ന് റെഗുലർ റിഫ്ലക്ഷൻ, അതായത് ക്രമപ്രതിപതനം. രണ്ടാമത്തേത് ഇറഗുലർ റിഫ്ലക്ഷൻ, വിസരിത പ്രതിപതനം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ക്രമപ്രതിപതനം റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് ആ റിഫ്ലക്ഷൻ, ഈ പ്രതിപതനത്തിനൊരു റെഗുലാരിറ്റി ഉണ്ടാവും അല്ലേ. ആ സ്ഥാനത്ത് ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് റെഗുലാരിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ 2 ഫിഗേഴ്സ് അല്ലെങ്കിൽ ചിത്രം കാണിച്ചു തരാം. ഈ 2 ചിത്രത്തിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആദ്യത്തേത് റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനത്തിൻ്റേതാണ്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന രശ്മിയും, അതായത് പതനരശ്മിയും പ്രതിപതന രശ്മിയും അവർ 2 പേരും ഒരുപോലെ, എല്ലാവരും ഒരുപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും ഈ ക്രമപ്രതിപതനം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നത് എപ്പോഴും വളരെ മിനുസമായ പ്രതലത്തിലായിരിക്കും. സ്മൂത്ത് സർഫസിൽ നടക്കുന്ന പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻസ് എപ്പോഴും റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനമായിരിക്കും. ആ സ്ഥാനത്ത് ഇറഗുലർ റിഫ്ലക്ഷൻ എന്തായിരിക്കും, അതായത് സ്മൂത്ത് അല്ലാത്ത സർഫസ്, അതായത് മിനുസമല്ലാത്ത പ്രതലത്തിൽ നടക്കുന്ന എല്ലാ റിഫ്ലക്ഷനുകളും അല്ലെങ്കിൽ പ്രതിപതനങ്ങളും എന്തായിരിക്കും, ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനങ്ങളായിരിക്കും. അപ്പോൾ അവർ ചിത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അതിൽ അവരുടെ സർഫസ്, അതായത് പ്രതലം സ്മൂത്ത് അല്ല, അത് ഇറഗുലർ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻസ് എന്തായിരിക്കും, എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. എളുപ്പമാണത്. ഇനി ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത് റെഗുലർ റിഫ്ലക്ഷൻസ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും വളരെ സ്മൂത്ത് സർഫസിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പ്രതലങ്ങൾ, അതായത് സ്റ്റീൽ പ്ലേറ്റ്, അതുപോലെ തന്നെ വളരെ മിനുസമുള്ള മറ്റു പ്രതലങ്ങൾ, ഇങ്ങനെയൊക്കെയും നമുക്ക് എന്ത് പറയാം, അലുമിനിയം ഫിലിം, ഇതൊക്കെ നമുക്ക് റെഗുലർ റിഫ്ലക്ഷന് ഉദാഹരണങ്ങളായിട്ട് പറയാവുന്ന. ഈ സന്ദർഭങ്ങളിലൊക്കെയും അവിടെ റെഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും കാണിക്കുക. ആ സ്ഥാനത്ത് ഈ റെഗുലർ റിഫ്ലക്ഷൻ, വിസരിത പ്രതിപതനത്തിന് എക്സാമ്പിൾ ഉദാഹരണങ്ങളാണ് ചുമരിൽ സ്മൂത്ത് അല്ലാത്ത സർഫസ്, അതുപോലെ തന്നെ മരം, വുഡ്, ഇതിലൊക്കെ നടക്കുന്ന പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻസൊക്കെ ഇറഗുലർ റിഫ്ലക്ഷൻസ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, റെഗുലർ റിഫ്ലക്ഷൻസിലാണ് അല്ലെങ്കിൽ ക്രമ പ്രതിപതനത്തിലാണ് നമുക്ക് പ്രതിബിംബം, ഇമേജ് കിട്ടുന്നത്.
അല്ലാതെ ഇറഗുലർ റിഫ്ലക്ഷൻസ്, അതായത് വിസരിത പ്രതിപതനത്തിൽ നമുക്ക് പ്രതിബിംബം, അതായത് ഇമേജ് നമുക്ക് കിട്ടില്ല. കാരണം അവിടെ നടക്കുന്നത് റെഗുലർ അല്ലാത്ത റിഫ്ലക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രതിബിംബം അവിടെ കിട്ടില്ല ഒരിക്കലും. ആ സ്ഥാനത്ത് റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്ന ക്രമപ്രതിപതനത്തിൽ നമുക്ക് പ്രതിബിംബം കിട്ടുന്നതായിരിക്കും. ഇതാണ് അടുത്ത പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സമതല ദർപ്പണം, പ്രതിബിംബ രൂപീകരണം, അതായത് ഇമേജ് ഫോർമേഷൻ ബൈ എ പ്ലെയിൻ മിറർ. ഇപ്പം നമ്മൾ സമതല ദർപ്പണത്തിൽ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രതിപതനമൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി ഇതിലെങ്ങനെയാണ് ഒരു പ്രതിബിംബം ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇമേജ് ഫോർമേഷൻ പ്ലെയിൻ മിറർ അതെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ ശ്രദ്ധിക്കുക. ആ വീഡിയോയിൽ ഒരു ഫിഗറും ഞാൻ കാണിച്ചു തരാം, ഒപ്പം തന്നെ ഒരു വീഡിയോയും കൂടിയുണ്ട് എക്സ്പ്ലനേഷൻ്റെ. അപ്പോൾ ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുത്തേക്കുന്ന സാധനങ്ങൾ ഒരു പ്ലെയിൻ മിറർ ഉണ്ട്, പിന്നെ ഹ്യൂമൻ ഐയും അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ പ്രതിബിംബം അല്ലെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നതെന്നാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓന്ന് എഴുതി റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതാണ് അവിടുത്തെ ഒബ്ജക്റ്റും. അപ്പോൾ നമ്മൾ മിറർ എടുത്തിട്ടുണ്ട്, പ്ലെയിൻ മിറർ, സമതല ദർപ്പണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വന്ന് പ്രകാശരശ്മിയിലെ ലൈറ്റ് റേസ് വന്ന് പതിച്ച് ആ റേസാണ് ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതന രശ്മിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ആരോ ഇട്ടിട്ട്. ഇനി ആ പതനരശ്മി വന്ന് വീഴുന്നു, എന്നിട്ട് നമുക്കറിയാം തിരിച്ചെന്ത് ചെയ്യും, നമുക്കറിയാം റിഫ്ലക്ഷൻ, ഈ പ്രതിപതനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാധ്യമത്തിൽ ഒരു ഒബ്ജക്റ്റിൽ വന്ന് പതിച്ച് അത് അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോകും അല്ലേ. അപ്പോൾ അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു പോകുന്നത് ആരോ ഇട്ടിട്ട് നമ്മുടെ കണ്ണിലേക്കുള്ള ആരോ കാണിച്ചിട്ടുണ്ട്, അതാണ് നമ്മുടെ തിരിച്ചു പോകുന്നു, അതാണ് റിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളത്, നമ്മുടെ കണ്ണുകൾക്ക് ഒരിക്കലും ഈ വി ഷേപ്പിലുള്ള റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ പ്രതിപതനത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് ഒരിക്കലും അങ്ങനെ വി ഷേപ്പിലുള്ള റിഫ്ലക്ഷൻസ് ഒന്നും നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കില്ല. എപ്പോഴും നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കുന്നത് സ്ട്രെയിറ്റ് പാത്ത്, അതായത് നേരെയുള്ള, അതായത് നേരെ വരുന്ന പാത്ത്, അതായത് നേരെ വരുന്ന പാത്താണ് നമുക്ക് എപ്പോഴും നമ്മുടെ കണ്ണുകൾക്ക് വിസിബിൾ ആവുള്ളൂ, കാണാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് നമുക്ക് വി ഷേപ്പുള്ള റിഫ്ലക്ഷൻസ് ഒന്നും അല്ലെങ്കിൽ പ്രതിപതനങ്ങളൊന്നും അല്ലെങ്കിൽ വി ഷേപ്പിലുള്ള റിഫ്ലക്ഷൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ നേരെയുള്ള പാത്താണ് നമുക്ക് വിസിബിളായിരിക്കുന്നത്. സോ അങ്ങനെ അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ആ നേരെയുള്ള പാത്ത് കിട്ടാനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ റിഫ്ലക്ടർ പ്രതിപതനത്തിൻ്റെ രശ്മി ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ ഡോട്ടഡ് ലൈൻസ് വരച്ചിരിക്കുന്നത് വേണം. അവിടെ നിന്ന് താഴേക്ക് ബാക്കിലേക്ക് നമ്മളിങ്ങനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ട് നമുക്ക് ഐ എന്ന് പറഞ്ഞിട്ട് ഇമേജ് കിട്ടുന്നു. അപ്പോൾ ഇമേജ് നോക്കി കിട്ടിയിരിക്കുന്നത് എവിടെയാണ്? അതായത് നമ്മൾ ബാക്കിലേക്ക് വരച്ചപ്പോൾ നമ്മുടെ കണ്ണിന് നേരെയാണ് പാത്ത് അല്ലേ, നമ്മുടെ കണ്ണിൻ്റെ നേരെയാണ് ഇപ്പോൾ പാത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം എവിടെയുള്ള പോലെ നമുക്ക് തോന്നും? മിററിൻ്റെ പിറകിൽ, അതായത് ഈ പ്ലെയിൻ മിററിൻ്റെ പിറകിലായിട്ട് നമുക്ക് എന്ത് തോന്നും? സമതല ദർപ്പണത്തിൻ്റെ പിറകിലായിട്ടാണ് നമുക്ക് പ്രതിബിംബം അല്ലെങ്കിൽ ഇമേജ് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ കണ്ണിന് ഒരിക്കലും വി ഷേപ്പുള്ള റിഫ്ലക്ഷൻസ് കാണാൻ സാധിക്കില്ല. സ്ട്രെയിറ്റ് പാത്തിലുള്ള ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഐ എന്ന് പറഞ്ഞാൽ ഇമേജ് കിട്ടിയിരിക്കുന്നത് എവിടെയാണ്? മിററിൻ്റെ പിറകിൽ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇമേജ് കാണുന്നതായിട്ട് മിററിൻ്റെ പിറകിലായിട്ടാണ് നമുക്ക് ഇമേജ് കാണുന്നതായിട്ട് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ കണ്ണാടി നോക്കിയാൽ മതി, കണ്ണാടിയുടെ പിറകിൽ, അതായത് അപ്പുറത്തെ ഭാഗത്താണ് നമുക്ക് ഇമേജ് കിട്ടുന്നതായിട്ട് അല്ലെങ്കിൽ പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ട് ഇതുപോലെയാണ്, ഇതാണ് അവിടുത്തെ മെയിൻ നടക്കുന്ന കാര്യം. അപ്പോൾ എപ്പോഴും നമുക്ക് മിററിൻ്റെ പിറകിലാണ് നമുക്ക് ഇമേജ് നമുക്ക് അവിടെ നിന്ന് വരുന്നതായിട്ടാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്ക് സമതല ദർപ്പണത്തിൻ്റെ പ്രതിബിംബ രൂപീകരണം വരുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇവിടെ ആഡ് ചെയ്യാം, അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു നോക്കുക. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഒരു ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തായിരിക്കും നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ കണ്ണാടി ചെന്ന് നിൽക്കുക, കണ്ണാടിയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ അതേ സെയിം വലിപ്പം തന്നെയായിരിക്കും അവിടെ ഉണ്ടാകുന്ന പ്രതിബിംബം അല്ലെങ്കിൽ ഇമേജിനുണ്ടായിരിക്കുക. പിന്നെ നമ്മളും കണ്ണാടിയും തമ്മിലുള്ള ഡിസ്റ്റൻസും ദൂരവും അതുപോലെ തന്നെ കണ്ണാടിയും പ്രതിബിംബവും തമ്മിലുള്ള ദൂരവും എന്തായിരിക്കും? കറക്റ്റ് സെയിം ആയിരിക്കും എപ്പോഴും. പിന്നെ ഒരിക്കലും ഈ ഇമേജ് അല്ലെങ്കിൽ ഈ പ്രതിബിംബം എപ്പോഴും വിർച്വൽ ആയിരിക്കും. വിർച്വൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ക്രീനിലേക്ക് മറ്റൊരു സ്ക്രീനിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒരിക്കലും അതിനെ സാധിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് പ്രത്യേകതകളാണ് ഇതിനുള്ളത്.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് പ്രതിപാദനം, റിഫ്ലക്ഷൻ എന്നും റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഇമേജ് ഫോർമേഷൻ പ്ലെയിൻ മിറർ, എന്താണ് സമതല ദർപ്പണത്തിൻ്റെ പ്രതിബിംബ രൂപീകരണം. ഓക്കെ, താങ്ക് യു. Look at this picture. What do you find over here? If you place a candle in front of a mirror, what will you see? You will see that an exact image of the candle you can see on the mirror. So how do you think this is happening? How do you think that the candle that you're placing in front of the mirror is forming an image on the mirror? Let us find out. Look at the diagram that has been represented on the board. Here, the candle is represented by this circle. So what we are going to try and do now is obtain an image for this candle on the mirror PQ. So to form an image, we are going to need at least 2 rays coming from the candle onto the mirror. So these rays have been depicted by these 2 arrows. These 2 rays are the incident rays because they are coming from the candle and they are hitting the mirror as depicted by these arrowheads. So after these incident rays come and hit the mirror, what will happen? They will bounce back. So after these rays bounce back, that is, after they are reflected, they reach the observers, or in this case, the human eye. Now, do you think that the human eye is able to trace this V path? It is not. The human eye cannot trace the V path that the incident ray and the reflected ray is taking. So, how does the human eye see the image? The human eye always perceives the image to be coming from a straight line. That is, the human eye perceives that the image is at this point. Because, like I mentioned, the human eye cannot perceive this V path. It always perceives that the image is coming in a straight line path. So how are we getting this image? Let us find out. We are obtaining the image on the mirror by extrapolating these reflected rays. What is the meaning of extrapolating? We are producing them backwards. So from these 2 points, we are producing the reflected ray backwards, and we find that these reflected rays appear to be diverging from this point. Thus, we get the image of this object O, that is the candle, at this point shown by I. And as you can see, the image is formed behind the object on the mirror. It is formed behind the object on the mirror. So what did we learn? We learned that when you place any object in front of a mirror, you are able to see its reflection. How do you see its reflection? How can you find it out diagrammatically? By drawing a diagram of an object placed in front of a mirror, you need at least 2 rays. These 2 rays, after reflection, will appear to be diverging from a point that is behind the mirror. This is because the human eye cannot perceive this V path. The human eye always perceives things in a straight line. Due to this, the image appears on the other side of the mirror.